ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനും വലിയ കുഴപ്പങ്ങളില്ലാണ്ട് ഇരിക്കുന്നുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ നമ്മളിന്നൊരു ഹോം മെയ്ഡ് നെയ്യ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഞാൻ ഒരു 2 ആഴ്ചക്കാലം ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്ക ഇവിടെ വീട്ടിലില്ലാത്ത കാരണം പാല് വാങ്ങിക്കാൻ സൊസൈറ്റിയിലേക്ക് ആരും പോകുന്നില്ല. അപ്പം ഇനിയിപ്പോൾ ഒരുപാട് ഇതെടുത്ത് വെക്കണ്ടല്ലോ വെച്ചിട്ട്, അല്ലെങ്കിൽ ഇത്രയൊന്നും അല്ല, കൂടുതലാക്കിയിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത്രയുണ്ട്, അപ്പോൾ ഏതായാലും ഇനി ഇത് ഉള്ളതിനെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇക്ക ഇനിയും വരാൻ വൈകുമല്ലോ, അപ്പോൾ ഇതിനി സൂക്ഷിച്ചിട്ട് കാര്യമില്ല എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ കുട്ടികൾക്ക് ബ്രെഡ് ഇപ്പോൾ ഇരിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഇത് ചേർത്തി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനത് എടുത്തിട്ട് കുറച്ച് നേരം വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ നേരം വെച്ചപ്പോൾ അതൊന്ന് വിട്ട് വന്നു കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നേരം മുമ്പ് നമുക്ക് ആ ഫ്രീസറിൽ സൂക്ഷിച്ച ആ ഒരു പാലിൻ്റെ പാടയൊക്കെ കുറച്ച് നേരം ഒന്ന് വെളിയിൽ വെക്കുക കേട്ടോ. അതിന് ശേഷം നമ്മളതെടുത്ത് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഒരു പണിയില്ല, ഒരു 5 മിനിറ്റ് മാത്രം മതി കേട്ടോ ഈ ഒരു നെയ്യ് നമുക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട്. വേറെ പല രീതിക്കും ഉണ്ടാക്കാറുണ്ട്, പക്ഷേ നമുക്ക് കുറച്ചൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും എളുപ്പം. ഒരുപാടൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മളത് വെണ്ണയാക്കി അതിന് ശേഷം കഴുകിയിട്ടൊക്കെ ഞാൻ ചെയ്യണ കണ്ടിട്ടുണ്ട്. പക്ഷെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ ആ ഒരു പണിക്ക് നിൽക്കാണ്ടിരിക്കണതാണ് നല്ലത്. കാരണം ഒരുപാട് പണിയാണ് അതിന്. പക്ഷേ ഇതാവുമ്പോൾ നമുക്ക് വേഗം എടുത്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിനായിട്ടതാ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ചീനച്ചട്ടി എന്ന് പറയുമ്പോൾ അത് ഡ്രൈ ആയിട്ടുള്ള ചട്ടി ആയിരിക്കണം. ഏത് ചട്ടിയാണെങ്കിലും ഡ്രൈ ആയിട്ടുള്ള ചട്ടി ആയിരിക്കണം. അതുപോലെ തന്നെ അത് ഇളക്കുന്ന തവിയാണെങ്കിലും നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാകണം. ഒരു വെള്ളമയം പോലും പാടില്ല കേട്ടോ. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു പാലിൻ്റെ പാടയൊക്കെ ഫ്രീസായിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതിനെയൊക്കെ ചീനച്ചട്ടിയിലിട്ടിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. സിമ്മിലാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു നെയ്യ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിൽ എല്ലാ കട്ടയും അലിഞ്ഞ് വരുന്ന വരെ നമുക്ക് നല്ല ക്ഷമ വേണം. പെട്ടെന്ന് കൂട്ടിയിട്ട് അങ്ങോട്ട് വെക്കാനൊന്നും പറ്റില്ല കേട്ടോ, പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ലൈറ്റായിട്ട് തീ കത്താനേ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ തന്നെ കറിവേപ്പില ചേർത്തിട്ടില്ല. കറിവേപ്പില ചേർത്തത് എന്തിനാണെന്ന് വെച്ചാൽ ആ കറിവേപ്പിലയുടെ മൂപ്പായിരിക്കും നമ്മുടെ നെയ്യിൻ്റെ ആ ഒരു ടെക്സ്ചർ കേട്ടോ. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ആ കറിവേപ്പില അവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. കറിവേപ്പില എടുക്കുമ്പോഴും നല്ലവണ്ണം കഴുകി തുടച്ച ഡ്രൈ ആയിട്ടുള്ള ഇലയാണ് അതിൽ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പാടയൊക്കെ ഒന്ന് അലുത്ത് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്താണ് നമ്മൾ ഈ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് കൈവിടാണ്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. സൈഡിലുള്ള എല്ലാ ഭാഗത്തുനിന്നും ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ ഒരു സൈഡ് മാത്രം കരിഞ്ഞു പോകും. അപ്പോൾ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കൈ ചെറുതായിട്ടൊക്കെ കടയും, കുഴപ്പമില്ല. ഇതൊന്ന് റിസൾട്ട് കിട്ടുന്നത് വരെ നല്ലൊരു ചെറുതായിട്ടൊരു കഷ്ടപ്പാടുണ്ടെങ്കിലും നല്ല ശുദ്ധമായ നെയ്യ് തന്നെ നമുക്ക് അറിഞ്ഞ് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ 2 തവണയായി. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ വെളിയിൽ നിന്ന് നെയ്യൊന്നും വാങ്ങിക്കണില്ല കേട്ടോ. ഇതുതന്നെയാണ് പരിപാടി. അപ്പോൾ ഇത്തിരി നമ്മൾ ഒന്നും മായം ചേർത്താത്തതാണല്ലോ, അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലൊരു സംതൃപ്തിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്യൊക്കെ അവിടെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിവേപ്പിലയും മൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമ്മളത് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത ശേഷം നമ്മളൊരു അരിപ്പിയിലാക്കിയിട്ട്, ഞാനിപ്പോൾ ഇതൊരു ഗ്ലാസ്സിലാണ് ആക്കി വെച്ചിരിക്കുന്നത്. ഗ്ലാസ്സിൽ എന്ന് പറയുമ്പോൾ ആ ഗ്ലാസ്സും നല്ല ഡ്രൈ ആയിരിക്കണം. നല്ല വൃത്തിയുള്ളൊരു പാത്രത്തിലേക്ക് നമ്മൾക്കത് മാറ്റി കൊടുക്കാം കേട്ടോ. ഞാനത് അവിടെ തന്നെ വെച്ച് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ചൂടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അതൊന്ന് വിട്ട് വരും. ആ ഒരു അതിൻ്റെ ആ ഒരു ചണ്ടൊക്കെ മാറിയിട്ട് പെട്ടെന്ന് തന്നെ അത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ, എങ്കിലും അത് ഫ്രഷ് ആയിട്ടുള്ള നെയ്യാണ്. അപ്പോൾ ഞാനതൊരു ഡ്രൈ ആയിട്ടുള്ള കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മാത്രം കിട്ടിയിട്ടുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് സൂക്ഷിച്ച് വെക്കാൻ ഇവിടെ ഇക്കയില്ലാത്തത് കൊണ്ട് ഇനിയിപ്പോൾ ആ ഒരു പാട വെറുതെ അവിടെ കിടന്ന് നാശമാകണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്യണതാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫൈനൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. അപ്പോൾ എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.